ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ജു. നമ്മുടെ സുന്ദര കേരളത്തിലെ തലയോലപ്പറമ്പിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ന്യൂസിലൻഡിലെ ഹേസ്റ്റിങ്സ് എന്ന സ്ഥലത്താണ്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 10 വർഷത്തോളമായി. അന്ന് തൊട്ടുള്ള വളരെ വലിയ ഒരാഗ്രഹമായിരുന്നു ന്യൂസിലൻഡിലെ ജീവിത രീതിയും പ്രകൃതി ഭംഗിയും മറ്റു വിവിധങ്ങളായ കാഴ്ചകളും നമ്മുടെ എല്ലാ കൂട്ടുകാരിലേട്ടും ഒന്ന് എത്തിക്കുക എന്നുള്ളത്. അതിനായി നമ്മുടെ സ്വന്തം ചങ്ക് ഗ്രോസുകളോടൊപ്പം നമ്മൾ തുടങ്ങിയിരിക്കുന്ന പുതിയ യൂട്യൂബ് ചാനലാണ് ബഞ്ചി ബഡേയ്സ്. ഞങ്ങളാരും പ്രൊഫഷണൽ ടച്ചുള്ള ആൾക്കാരല്ല. ഞങ്ങളിൽ നിന്ന് വരുന്ന തെറ്റുകൾ ക്ഷമിക്കുമെന്നും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കും എന്നുമുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ നിങ്ങളിലോട്ട് കടന്നു വരുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാൻ ആയി ശ്രമിക്കുന്നത് ഹോസ്ബേയിലെ ഒരു അതിമനോഹരമായ ആപ്പിൾ തോട്ടമാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പോൾ ആ ആപ്പിൾ തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അതിനു മുമ്പായി ആപ്പിളിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇച്ചിരി ഇൻഫർമേഷൻസ് നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. 1819 സാമുവൽ മാഡ്സൺ ആണ് ആദ്യമായി ന്യൂസിലൻഡിൽ ആപ്പിൾ കൃഷി ആരംഭിച്ചത്. അതിനുശേഷം 1976 മുതലാണ് ഹൈബ്രിഡ് കൃഷി ആരംഭിച്ചത്. ഇപ്പോൾ ഇവിടെ 12ഓളം ഹൈബ്രിഡ് വെറൈറ്റി ആപ്പിളുകളാണ് ന്യൂസിലൻഡിൽ കൃഷി ചെയ്യുന്നത്. ന്യൂസിലൻഡിൽ തന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ ഉണ്ടാകുന്നത് ഹോസ്ബേയിലാണ്. അതിനുള്ള പ്രധാന കാരണം ഹോസ്ബേയിലെ മണ്ണും പ്രകൃതിയുമാണ്. പ്രകൃതി മീൻസ് കാലാവസ്ഥയാണ്. ഇവിടുത്തെ തണുപ്പും ആ തണുപ്പിനിടയ്ക്കുള്ള ചൂടും ഇത് രണ്ടും കൂടെ ഇടകലർന്ന കാലാവസ്ഥയാണ് ആപ്പിളുകൾക്ക് അതിരുചി നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആപ്പിളുകൾ കയറ്റി അയക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഈ കൊച്ചു രാജ്യമായ ന്യൂസിലൻഡ്. കൂടുതലായി ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ആപ്പിൾ കാഴ്ചകൾക്കായി നമുക്ക് ആപ്പിൾ തോട്ടത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ആപ്പിൾ തോട്ടത്തിലെ ആപ്പിളുകളെല്ലാം ഇങ്ങനെ പഴുത്ത് നല്ല പറിക്കാൻ പാകമായി നിൽക്കുകയാണ്. നല്ല ചുമന്ന് നമുക്കതൊന്ന് ഒരെണ്ണം പറിച്ച് നമുക്കൊന്ന് ആസ്വദിക്കാം. എല്ലാ ആപ്പിളുകളും നല്ല പാകമായിട്ടുണ്ട്. എന്നാലും അതിൽ ഏറ്റവും നല്ല ഒരെണ്ണം നോക്കി പറിക്കാം. ഒരാപ്പിൾ പറിച്ചു നമ്മൾ മരത്തിൽ നിന്ന് ഫ്രഷായിട്ട് പറിച്ച ഒരാപ്പിളാണ്. അപ്പോൾ ഈ ആപ്പിൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ക്രഞ്ചി ആയിട്ടുള്ള ആപ്പിളാണ്. ഏകദേശം 15 അടിയോളം അകലത്തിലാണ് ആപ്പിൾ മരങ്ങൾ വെക്കുന്നത്. ആ ഓരോ ആപ്പിൾ മരം വെച്ചാണ് ലൈനും പറയുന്ന പേര് ബേ എന്നാണ്. ആ ബേകൾ തമ്മിൽ 15 അടിയോളം അകലം വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം ട്രാക്ടറുകൾ ഓടി ആപ്പിളിന് വളവും അതുപോലെ തന്നെ പിക്ക് ചെയ്ത ആപ്പിൾ ബിന്നുകളിലാണ് നിറയ്ക്കുന്നത്. ആ ബിന്നുകൾ നമ്മൾ പുറകെ നിങ്ങളെ പരിചയപ്പെടുത്തും. ആ ബിന്നുകൾ എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യത്തിനായിട്ടാണ് ഈ ബേക്ക് ഈ അകലം ഇട്ടിരിക്കുന്നത്. അമിതമായിട്ട് ഫ്രൂട്ട്സ് മരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സിന് എല്ലാത്തിൻ്റെയും വലിപ്പത്തെ അത് ബാധിക്കും. അതുപോലെ ക്വാളിറ്റി, അതുപോലെ ഷുഗർ കണ്ടൻറ്റ് അതെല്ലാം കുറയും. അപ്പോൾ ഉള്ള ഫ്രൂട്ട്സ് വലുതും രുചികരമായിട്ടും ഉണ്ടാക്കാനായിട്ട് അവർ തിന്നിങ് എന്ന പ്രോസസ്സ് ആപ്പിൾ ട്രീയിൽ നടത്തും. ചെറുതായിരിക്കുമ്പോഴേ ആവശ്യത്തിന് ഫ്രൂട്ട്സ് നിർത്തി ബാക്കി ഫ്രൂട്ട്സ് പറിച്ചു കളയുന്ന പ്രോസസ്സിൻ്റെ പേരാണ് തിന്നിങ്. അങ്ങനെ ആപ്പിൾ ചെറുതായിരിക്കുമ്പോഴേ പറിച്ചു കളഞ്ഞ ആപ്പിളുകളാണ് ഈ കിടക്കുന്ന ചെറിയ ആപ്പിളുകൾ. അങ്ങനെ നമ്മൾ ആപ്പിൾ തോട്ടത്തിൽ വന്നപ്പോൾ കൗതുകമായിട്ട് കണ്ട ഒരു മുയലിൻ്റെ മാളം എന്ന് പറഞ്ഞാൽ നാട്ടിൽ എലിപ്പത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ കാട്ടുമുയൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനൊക്കെ ആയിട്ടുണ്ടാക്കുന്ന ഒരു മാളം നമ്മൾ കണ്ടു. അതാണ് ഇത്.
വർഷം 3-4 വർഷത്തോളം പ്രായമുള്ള മരങ്ങളാണ്. എന്നാൽ ഈ ശരിക്കും പ്രായപൂർത്തിയായ ഒരു ആപ്പിൾ മരത്തിൻ്റെ മാക്സിമം ഏജ് എന്ന് പറഞ്ഞാൽ ഒരു 20-30 വർഷം വരെയും നിൽക്കും. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ കാണിക്കാവുന്ന ഒരു 20-22 വർഷം പഴക്കമുള്ള ആപ്പിൾ മരങ്ങളാണ് അടുത്തത്. ഇത് റോയൽ ഗാല എന്ന് പറയുന്ന വെറൈറ്റി ആപ്പിളാണ്. നമ്മൾ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തിയ മരങ്ങൾ ശരിക്കും ഫ്രൂട്ട്സിൻ്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന തിൻ ചെയ്ത് ആപ്പിൾ മരങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ കണ്ടോ, കാകളുടെ എണ്ണം അടുത്തടുത്ത് തന്നെ ഉണ്ട്. ഒത്തിരി തിൻ ചെയ്തിട്ടില്ല ഈ മരങ്ങൾ. ഇത് ജ്യൂസ് ആവശ്യത്തിനായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആപ്പിൾ പഴങ്ങളാണ്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ആപ്പിൾ പിക്കിംഗ് ഒരു തോട്ടത്തിൽ നിന്ന് നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ പിക്കിംഗ് കഴിഞ്ഞ തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ആപ്പിൾ പിക്കിംഗ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ കളർ നോക്കിയാണ് അതിൻ്റെ മെച്യൂരിറ്റി തീരുമാനിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ആപ്പിളിൻ്റെ ഒരു 65-80% കളറുള്ള ആപ്പിളുകളെ പിക്ക് ചെയ്തെടുക്കുകയുള്ളൂ. ഫസ്റ്റ് പിക്കിംഗ് കഴിഞ്ഞ ആപ്പിൾ തോട്ടത്തിലെ ബാലൻസ് കിടക്കുന്ന ആപ്പിളുകളുടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അത് ശരിക്കും പഴുത്തിട്ടുണ്ടായിരിക്കുകയില്ല. ഇതെല്ലാം ആയിരിക്കും ഈ ഒരവസ്ഥയിലായിരിക്കും ഈ ആപ്പിളുകൾ. കണ്ടോ, ശരിക്കും മൂത്തിട്ടില്ല. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. സാധാരണ എല്ലാവർക്കും കളറായിട്ടില്ല, ഒട്ടും മൂക്കാത്ത ആപ്പിൾ പോലെ തന്നെ. അതുപോലെ തന്നെ ഓരോ പിക്കിങ്ങിനിടയ്ക്കും ഒത്തിരി ആപ്പിൾ പഴങ്ങൾ താഴെ വീണിങ്ങനെ നഷ്ടപ്പെടും. നിങ്ങൾ ഇത് കാണാം. ഈ ആപ്പിൾ പഴങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. കണ്ടോ, അത് നമ്മുടെ നാട്ടിൽ കടയിലൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിളുകളാണ് ഈ നിലത്ത് വീണ് കിടക്കുന്നത്. ഇതിന് നമ്മുടെ നോട്ടത്തിൽ ഒരു ക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിന് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് താഴെ വീണു. അപ്പോൾ ചിലപ്പോൾ ഇത് ബ്രൂസായിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാരണത്താൽ ഈ ആപ്പിളുകൾ വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. ഒരു ആവശ്യങ്ങൾക്കും ഈ ആപ്പിളുകൾ എടുക്കുകയില്ല. ശരിക്കും നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് ജ്യൂസാക്കാനോ ഒക്കെ ആണെങ്കിലും എടുക്കാം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് കടകളിലൊക്കെ ആണെങ്കിലും ഈ ഒരു കടക്കാരൻ പകുതി ചീഞ്ഞ ആപ്പിളുകളൊക്കെ ആണെങ്കിലും അത് ചെത്തിക്കളഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊക്കെ ജ്യൂസ് അടിച്ച് കിട്ടിക്കൊണ്ടിരുന്നത്. ആ ഒരു കാലമൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും. ഇത്രയും ആഹാര സാധനം വെറുതെ ഒരു ഉപയോഗം ഇല്ലാതെ കളയുകയാണല്ലോ എന്നോർത്ത്. ശരിക്കും അവർ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മാത്രമാണ് അവർ ഈ സാധനം എടുക്കാതെ ഇങ്ങനെ കളയുന്നത്. ഇതാണ് ആപ്പിള് ബിന്ന്. ഈ ബിന്നുകളിൽ പറിച്ചാണ് പാക്ക് ഹൗസിലോട്ട് ആപ്പിള് കൊണ്ടുപോകുന്നത്. ഏകദേശം 3.5 അടി സമയദൂരമാണ് ആപ്പിൾ ബിൻ ഉണ്ടാക്കിയിരിക്കുന്ന അളവ്. പൈൻ മരത്തിന്റെ പലകൾ ഉപയോഗിച്ചാണ് ആപ്പിൾ ബിന്നുകൾ സാധാരണ നിർമ്മിക്കുന്നത്. ഒരു ആപ്പിൾ ബിന്നിൽ കൊള്ളുന്ന ആപ്പിൾ 400 കിലോ തൊട്ട് 450 കിലോ വരെയാണ്. ഇത് കണ്ടോ, 1.6. ഇത് ഉദ്ദേശിക്കുന്നത് 2016 ഉണ്ടാക്കിയ ബിന്നാണിത്. ഇത് 1.8 2018 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മേക്ക് ചെയ്തതാണ് ഈ ബിന്ന്. ഇത് റോയൽ ഗാല എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആപ്പിളിൻ്റെ ബിന്നാണിത്. അപ്പോൾ അതാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കണേ. അതുപോലെ ബ്ലോക്ക് എ. അപ്പോൾ പിക്ക് ചെയ്ത ഡേറ്റ്, പിക്ക് ചെയ്യുന്ന ഡേറ്റ്, പിക്കറുടെ പേര് എഴുതാനുള്ള പോർഷനാണിത്. അപ്പോൾ ആര് പിക്ക് ചെയ്തു, അപ്പോൾ ഇനി പിക്ക് ചെയ്ത ആൾ എന്തെങ്കിലും പച്ച പറിക്കുകയോ അല്ലെങ്കിൽ ബ്രൂസായിട്ടോ അല്ലെങ്കിൽ ചീഞ്ഞ ആപ്പിൾ പറിച്ച് ബിന്നിലിടുകയോ ചെയ്യുവാണെങ്കിൽ അറിയാനായിട്ടാണ് ഇത്. അതുകൊണ്ട് ഈ ഒരു ബിന്ന് ആപ്പിൾ പറിച്ചു കഴിഞ്ഞാൽ $35 കിട്ടും. നല്ല ഒരു ആപ്പിൾ പറിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ദിവസം ഈസി ആയിട്ട് 10 ബിന്ന് 12 ബിന്ന് വരെയൊക്കെ പറിക്കുന്നവരുണ്ട്. കൂടുതലും ഇവിടെ പറിക്കുന്നത് പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാരും അതുപോലെ ഇതിനടുത്ത് ഈ ന്യൂസിലൻഡിൻ്റെ അടുത്ത് ഒത്തിരി ദ്വീപുകളുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ സീസൺ ആകുമ്പോൾ സീസണൽ വർക്കേഴ്സായിട്ട് തന്നെ ഐലൻഡേഴ്സുമാണ് കൂടുതലും ആപ്പിൾ പറിക്കുന്നത്. ഈ ബിന്നുകൾ ഫോർക്ക് ലിഫ്റ്റിൽ ട്രക്കിൽ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിന്നുകളാണ്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയ ബേയിലോട്ട് ഓരോ ബിന്നുകൾ എടുത്തു വയ്ക്കുകയും ആപ്പിൾ പിക്കേഴ്സ് അത് ആപ്പിൾ പറിച്ചു വയ്ക്കുകയും വീണ്ടും ഫോർക്ക് ലിഫ്റ്റ് വന്ന് അതെടുത്ത് ട്രക്കിൽ കയറ്റാൻ ഭാഗത്തിന് പുറത്തു കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഒരു മുന്തിരിത്തോട്ടവും അതിലെ വൈനറിയുമാണ്. അതിലെ വിശേഷങ്ങൾ ശേഷം കാഴ്ചയിൽ.